ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഗോപിനാഥിന്റെ ഷഷ്ടിപൂർത്തിയുടെ അന്നേ ദിവസം തന്നെ ഗായത്രി ഇവിടേക്ക് വരുമെന്ന് പാർവതി എല്ലാവരോടുമായി പറഞ്ഞിരിക്കുന്നു. ഈ കാര്യം പ്രതാപൻ പരിഹാസ രീതിയിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്. ഇതുപോലെയായിരുന്നു ഗായത്രിയുടെ ഓർമ്മ ദിവസം ഗായത്രി ഇവിടേക്ക് വരുമെന്ന് പാർവതി വെറുതെ പറഞ്ഞു. പക്ഷേ എല്ലാവരെയും പാർവതി വിഡ്ഢികളാക്കിയില്ലേ? അല്ലേച്ചി, ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇവൾ എന്തിനാ ഇങ്ങനെ തള്ളി മറിക്കുന്നത്? അതുകൊണ്ട് അവൾക്ക് എന്ത് പ്രയോജനമുള്ളത്? പ്രഭാവതി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, അവള് കുശാഗ്ര ബുദ്ധിയുള്ളവളല്ലേ പ്രതാപ. അവൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അവള് ഗായത്രി ദേവിയുടെ ആത്മാവുമായി സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അവള് പറയുന്ന അറിവല്ല ഇവിടെ എല്ലാവർക്കും ഉള്ളൂ. അത് ഞാനും ചേച്ചിയും അടക്കം എല്ലാവരും വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശാല തന്നെയാണ്. ഇപ്പോ അവന് പാർവതി എന്ന് പറഞ്ഞാൽ വേദവാക്യാണ്. ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, വിശാലിന് മുകളിലുള്ള വിശ്വാസം എങ്ങനെയെങ്കിലും നമുക്ക് നശിപ്പിക്കണോ എന്ന്. അത് എളുപ്പം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് തമ്മിലുള്ള ബന്ധം അത്രമാത്രം വളർന്നു പോയിരിക്കുന്നു. ഞാനിപ്പോ ആലോചിക്കുന്നത് അതല്ല, ഗായത്രി ദേവിയുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നതാണ്. പാർവതി പറയുന്നത് പോലെ ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ചേച്ചി. അവളെ കൊന്ന നമ്മളോട് അവര് പ്രതികാരം ചെയ്യാതിരിക്കില്ലേ? ജീവിച്ചിരിക്കുന്ന ആളോട് നമുക്ക് മല്ലടിച്ച് നിൽക്കാം, പക്ഷേ ആത്മാക്കളോട് പൊരുതി നിൽക്കാനേ പ്രയാസമായിരിക്കും. ചിലപ്പോ ഗായത്രി ദേവിയുടെ ആത്മാവ് നമ്മളെ കടിച്ചു കയറി ചോര കുടിച്ചെന്നും ഇരിക്കും. അതുകൊണ്ട് ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നതിന് ഒരു വ്യക്തത വേണം. ഇത് കേട്ട് പ്രഭാവതി പറയുന്നുണ്ട്, എടാ നീ എന്തിനാടാ പേടിക്കുന്നത്? നീ പേടിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ ആദ്യം പറഞ്ഞതുപോലെ ഈ പാർവതി ഇതൊക്കെ വെറുതെ പറയുന്നതാ, വെറും കെട്ടുകഥ മാത്രം. ഗായത്രി ദേവിയുടെ ആത്മാവ് പാർവതി കാണാൻ വരുന്നുണ്ടെങ്കിലേ ആത്മാവ് ആദ്യം പറയുന്നത് ഗായത്രി ദേവിയെ നമ്മൾ കൊലപ്പെടുത്തിയ വിവരമായിരിക്കില്ലേ? ആ വിവരം ഗായത്രി പാർവതിയോട് പറഞ്ഞാൽ ഇതായിരിക്കോ പാർവതിക്ക് നമ്മളോടുള്ള സമീപനം? ഒരിക്കലുമല്ല. അവള് നമ്മളെ സംശയ ദൃഷ്ടിയോടെ മാത്രമേ കാണൂ. മാത്രവുമല്ല, അവള് അത് വിശാലിനോട് പറയാതിരിക്കില്ലല്ലോ. ഗായത്രി ദേവിയെ കൊന്നത് നമ്മളാണെന്ന് അറിഞ്ഞാൽ വിശാല് വെറുതെ ഇരിക്കോ? ഇവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവില്ലേ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോ അതിനർത്ഥം ഗായത്രി ദേവിയുടെ ആത്മാവ് ഇവിടെ ഇല്ല എന്നതാണ് അല്ലേ ചേച്ചി? അപ്പോ ഈ ജാസ്മിന്റെ വീഡിയോ ക്യാമറയില് ഗായത്രി ദേവി പതിഞ്ഞു എന്ന് പറഞ്ഞതോ? എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി പ്രഭാവതി ആലോചിക്കുന്നുണ്ട്. എടാ, അത് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ജാസ്മിൻ അത് വെറുതെ പറയാൻ ചാൻസ് ഇല്ല. അത് മാത്രമല്ല, നമ്മൾ പാർവതിയെ കൊല്ലാൻ വേണ്ടി എന്തെല്ലാം കെണികൾ ഒരുക്കി, അതിൽ നിന്നെല്ലാം അവളെ രക്ഷപ്പെട്ടില്ലേ? എങ്ങനെ രക്ഷപ്പെട്ടു? അത് നമ്മൾ ചിന്തിക്കണം. വെറുതെ അവളെ രക്ഷപ്പെടില്ല. അവളെ ഏതോ അജ്ഞാത ശക്തി രക്ഷപ്പെടുത്തുന്നുണ്ട്, അത് ഉറപ്പാണ്. അത് എന്ത് ശക്തിയാണ്? ഉദയനൂർ അമ്മയാണോ അതോ ഗായത്രി ദേവിയുടെ ആത്മാവാണോ? അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് കണ്ടുപിടിക്കണമെങ്കിൽ അവളുടെ ജാതകം നമുക്ക് വേണം. എങ്ങനെയും അവളുടെ ജാതകം നമുക്ക് ഒപ്പിച്ചെടുത്തേ പറ്റൂ. ഇതേ സമയം പല്ലവി കയ്യിൽ ക്യൂടെക്സ് ഇടുകയാണ്, അതും ടെറസിന്റെ മുകളിൽ നിന്ന്. ഇത് പ്രഭാവതി കാണുന്നു. സ്നേഹം നടിച്ച് പല്ലവിയുടെ അടുത്തേക്ക് പ്രഭാവതി വരുന്നുണ്ട്. ഹലോ പല്ലവി എന്ന് പറഞ്ഞ് പ്രഭാവതി പോയപ്പോൾ ഒരു ചമ്മലോടെ നിൽക്കുകയാണ് പല്ലവി. എന്താ മോളെ, ഒരു ചമ്മലും വെപ്രാളും ഒക്കെ എന്നെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് പല്ലവി. എന്റെ മോളെ, നീ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് മുഖം മിനിക്കുകയും കയ്യിൽ കളർ വരുത്തുകയും മുടിയും നോക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എന്റെ കുട്ടി സുന്ദരിയാണ് മോളെ. സൗന്ദര്യം മാത്രമല്ല, നിനക്ക് നല്ല ഐശ്വര്യമുണ്ട്. ഏത് വീട്ടിൽ മരുമകളായി ചെന്നാലും ആ വീട്ടിൽ നിന്റെ ഐശ്വര്യം കൊണ്ട് വെച്ചടി ഉയരമായിരിക്കും. അത് കേട്ട് പല്ലവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ മരുമകളായിട്ട് വരുന്നത് ഈ വീട്ടിൽ തന്നെയായിരിക്കും അമ്മേ. നീ എന്താ മോളെ ആലോചിക്കുന്നത് എന്ന് പ്രഭാവതി ചോദിക്കുന്നു. അല്ല, അമ്മയ്ക്ക് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. പ്രഭാവതി വീണ്ടും പറയുന്നുണ്ട്, മോളെ ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ, എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ്. നീ എനിക്ക് പിറക്കാതെ പോയ മകളാണ് പല്ലവി. എനിക്കും 2 ആൺമക്കളല്ലേ മോളെ. പിന്നെ ഞാൻ വന്ന് കയറി ഇവിടെയും എനിക്ക് കിട്ടിയത് ഒരു ആൺകുട്ടിയെ തന്നെയായിരുന്നു. നിനക്കറിയോ, ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചവളാ ഞാൻ. പക്ഷേ ഈശ്വരൻ എന്നെ അതിനെ അനുവദിച്ചില്ല. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വിഷമം ഇല്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ആഗ്രഹിച്ച എന്റെ മോളുടെ സ്ഥാനത്ത് ഇപ്പോ എനിക്ക് പല്ലവി ഉണ്ടല്ലോ. പല്ലവി വിചാരിക്കുന്നു, വിപിൻ സാറിന്റെ അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ ഒരു സ്നേഹമുള്ളത് നന്നായി. ഞാൻ ഇതിൽ പിടിച്ച് മെല്ലെ മെല്ലെ വിപിൻ സാറിന്റെ ജീവിതത്തിൽ കടന്നു കയറിയിരിക്കും. പ്രഭാവതി പറയുന്നു, മോളെ ഞാൻ ഇപ്പൊ വന്നതേ പാർവതിയുടെ ജാതകം ചോദിക്കാനായിരുന്നു. ചേച്ചിയുടെ ജാതകോ? അതിപ്പോ എന്തിനാണെന്ന് പല്ലവി ചോദിക്കുന്നു. അവളുടെ ജാതകം ഒന്ന് പരിശോധിക്കണം മോളെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് പല്ലവി ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പല്ലവി ഒരു സംശയത്തോടെ നിൽക്കുന്നുണ്ട്. പ്രഭാവതി വീണ്ടും പറയുന്നു, മോളെ പാർവതി അവളുടെ ജാതകം എവിടെയാ വെച്ചിരിക്കുന്നത്? അത് ചേച്ചിയുടെ ജാതകം ഇവിടെ ഇല്ലമ്മേ, നാട്ടിലെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. നാട്ടിലെ വീട്ടിലോ? അതിപ്പോ അതെങ്ങനെയാ എടുക്കുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട്, ചേച്ചിയുടെ ജാതകം അമ്മയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണോ എന്ന്. ആവശ്യമുണ്ട്. പല്ലവി പറയുന്നു, അമ്മയ്ക്ക് ചേച്ചിയുടെ ഗ്രഹനില കിട്ടിയാലും മതിയോ? അത് കിട്ടിയ ജാതകം എങ്ങനെയാണെന്നറിയാം.
മതി മതി, ഗ്രഹനില കിട്ടിയാൽ മതിയെന്ന് പ്രഭാവതി. പക്ഷേ അതെങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ എഴുതി തരാം എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നീ അത് ഇങ്ങനെ എഴുതി തരുമെന്ന്. ചേച്ചിയുടെ ജാതകം എനിക്ക് മനപ്പാടാണ്. പലവട്ടം മുത്തശ്ശൻ എന്നെ കൊണ്ട് ആ ജാതകം എഴുതി നോക്കിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗ്രഹനില എനിക്ക് കൃത്യമായിട്ട് വരച്ചു തരാൻ സാധിക്കും എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഉറപ്പാണല്ലോ അല്ലയോന്ന്. പിന്നെന്താ അമ്മയ്ക്ക് ഒരു സംശയം വേണ്ട, ഒരു ഇത്തിരി സമയം കിട്ടിയാൽ മതി. ആ ഗ്രഹനില ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വരാം. ശരി എങ്കിൽ പിന്നെ നീ അത് പെട്ടെന്ന് തയ്യാറാക്കിക്കൊണ്ട് താഴേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോകുന്നു. അമ്മ എന്തിനായിരിക്കും ചേച്ചിയുടെ ജാതകം ചോദിച്ചത്? എന്തായാലും ഗ്രഹനില വരച്ചു കൊടുത്തേക്കാം എന്ന് പല്ലവി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിശാലിന്റെ മുറിയിലേക്ക് ചായയുമായി വന്നിരിക്കുകയാണ് പാർവതി. വിശാൽ എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാർവതി കണ്ടപാടെ ആ ഫയൽ അടച്ചു വെച്ചിട്ട് ചായ വാങ്ങിക്കുന്നു. പാർവതി വിശാലിന്റെ അരികിലിരിക്കുന്നു. വിശാൽ പറയുന്നു, പാർവതി ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ അമ്മ വരുമെന്നത് പറഞ്ഞത് സത്യമാണോ? ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് അമ്മ വരും സാർ, അത് ഉറപ്പാണെന്ന് പാർവതിയും പറയുന്നുണ്ട്. പാർവതി, ഷഷ്ടിപൂർത്തിക്ക് അമ്മ വന്നാലും ഇല്ലെങ്കിലും എനിക്കത് വിഷയമല്ല. അമ്മ വന്നാൽ വളരെ സന്തോഷം, വന്നില്ലെങ്കിൽ പ്രയാസമില്ല. അമ്മ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടാ. പ്രയാസം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഷഷ്ടിപൂർത്തിക്ക് അമ്മ വരുമെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ആ വാക്കിന് വിലയുണ്ടാവണം. നീ ഇപ്പോ വെറും പാർവതിയല്ല, ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്ന ആളാണ്. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ. അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വാക്ക് എപ്പോഴും ഒരു വിലയുണ്ടാവണം. ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കണം. അത് ഒരിക്കലും വെറും വാക്കാവരുത്. താൻ പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് നടന്നാൽ, അത് പാലിക്കപ്പെട്ടാൽ തന്നെ കുറിച്ച് ഓർത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നതും ഞാനായിരിക്കും. പാർവതി പറയുന്ന, വിശാൽ സാർ പറഞ്ഞതുപോലെ ഞാൻ ഇരിക്കുന്ന പദവിയെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ സ്ഥാനത്തിരുന്ന് ഞാൻ ഒരിക്കലും വെറുവാക്ക് പറയില്ല സാർ. ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മ വന്നിരിക്കും. ദേവമ്മ വന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അത് മാത്രം പോരെ പാർവതി, നീ എനിക്ക് വേണ്ടി മറ്റൊരു സഹായം കൂടി ചെയ്യണമെന്ന് വിശാൽ. സാറിന് വേണ്ടി ഞാൻ എന്ത് സഹായം ചെയ്യും പറയണം സാർ. ഞാൻ സാറിന് വേണ്ടി എന്ത് സഹായം ചെയ്യേണ്ടത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട്, അത് നമുക്കൊരു കുഞ്ഞു വേണ്ടേ, നിനക്കൊരു അമ്മയാവണ്ടേ. അത് കേട്ട് പാർവതിയുടെ മുഖത്ത് സന്തോഷം തിളങ്ങുന്നു. നമുക്കൊരു കുഞ്ഞു വേണം പാർവതി, അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം. അമ്മയെ പോലെ നിന്നെ പോലെ സൗന്ദര്യം സ്വഭാവമുള്ള ഒരു പെൺകുഞ്ഞു തന്നെ മതി. വേണ്ടേ എന്ന് വീണ്ടും വിശാൽ ചോദിച്ചപ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് പാർവതി. വേണമെന്ന് നാണത്തോടെ തന്നെ പറയുന്നുണ്ട്. വിശാൽ പറയുന്നു, എന്നാ പിന്നെ വൈകിക്കണ്ട എന്ന് പുഞ്ചിരിയുടെ വിശാലും പറയുന്നുണ്ട്. നാണത്തോടെ പാർവതി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോപിനാഥ് ഇങ്ങനെ മുറിയിൽ കിടക്കുകയാണ്. അവിടേക്ക് ശേഖർ വരുന്നു. എടോ, പുറത്ത് ആരെങ്കിലും നിൽപ്പുണ്ടോ? ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് ഗോപിനാഥ് പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട്, ഇവിടെ ഈ പരിസരത്തൊന്നും ആരും ഇല്ല സർ, ആരും ഇങ്ങോട്ട് വരാനും ചാൻസ് ഇല്ല. ഹാവു, ആശ്വാസമായി എന്ന് പറഞ്ഞ് ഗോപിനാഥ് അവിടെ എണ്ണീറ്റിരിക്കുന്നുണ്ട്. ഈ കിടപ്പ് കിടന്ന് ഞാൻ മടുത്തടോ. അസുഖമായിരുന്നപ്പോൾ കിടത്തമല്ലാതെ മറ്റു മാർഗം ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ അസുഖം ഭേദമായിട്ടും ഇവിടെയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഈ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണെന്ന് വെച്ചാൽ കഷ്ടമാണടോ. മനസ്സമാധാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാനും ഇവിടെ ഒന്നും നടക്കാനും പറ്റുന്നില്ലല്ലോ എനിക്ക്. എപ്പോഴാ ആരാ വരിക എന്ന് എങ്ങനെ അറിയാ? ഏതായാലും താൻ വന്നത് നന്നായി. ആരും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാടോ. എന്ത് മിണ്ടാനാണ് സാർ എന്ന് ശേഖർ. അതെന്താടോ താൻ അങ്ങനെ പറഞ്ഞത്? തനിക്ക് എന്താടോ ഒരു ടെൻഷനും വിഷമോ? ശേഖർ പറയുന്നു, പറയാൻ കുറേയേറെ ഉണ്ട് സാർ, പക്ഷേ അതൊന്നും ഇപ്പോ എനിക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. സമയമാകുമ്പോ എല്ലാം ഞാൻ സാറിനോട് തുറന്ന് പറഞ്ഞിരിക്കും. അതെന്താടോ ഒരു അവധി വെക്കൽ? തനിക്ക് എന്ത് കാര്യം എപ്പോഴും എന്നോട് തുറന്ന് പറയാലോ. അതിനുള്ള സ്വാതന്ത്ര്യം അന്നും ഇന്നും ഞാൻ തനിക്ക് തന്നിട്ടുണ്ടല്ലോ. എടോ, എന്താണെന്ന് പറഞ്ഞാൽ താൻ തുറന്ന് പറയ് എന്നെ ഗോപിനാഥ് പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട്, നിർബന്ധിക്കല്ലേ സാർ. സാർ എത്ര നിർബന്ധിച്ചാലും എനിക്ക് അതൊന്നും ഇപ്പൊ പറയാൻ സാധിക്കില്ല. എനിക്ക് ചില ലക്ഷ്യങ്ങൾ നിറവേറ്റാനുണ്ട്. അത് നിറവേറ്റി കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും ഞാൻ സാറിനോട് തുറന്ന് പറയും. അതുവരേക്കും സാറ് ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവൂ. അതിനല്ലേ എനിക്ക് സാധിക്കൂ. രാജ്യവും രാജഭരണവും നഷ്ടപ്പെട്ടാൽ ആകെ തളർന്നു പോയ ഒരു രാജാവിന്റെ അവസ്ഥയാണല്ലോ എനിക്കിപ്പോ. ഈ അവസ്ഥയിൽ നിന്നും പഴയ ഗോപിനാഥ് ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി എനിക്ക് അതിനെ സാധിക്കുമെന്ന് തോന്നില്ല എന്ന് ഗോപിനാഥ് പറയുന്നുണ്ട്. സാർ നിരാശപ്പെടലേ. പഴയ ഗോപിനാഥ് സാർ ആവാൻ സാർ ഇനിയും സാധിക്കും. സാർ ആത്മവിശ്വാസം കൈവിടാതിരിക്കൂ. തളർന്നു പോയ ശരീരഭാഗങ്ങൾ ഇപ്പൊ വീണ്ടും ചലിക്കാൻ തുടങ്ങിയില്ലേ, അതുപോലെ തന്നെ സാറിന്റെ ജീവിതത്തിൽ പഴയ താളം കൈവരും. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് സാറിന്റെ ഷഷ്ടിപൂർത്തിക്ക് ആശംസകൾ നേരാനാണ്. ഇനിയും ദീർഘകാലം സർവേശ്വരൻ ഗോപി സാറിനെ ആരോഗ്യ സൗഖ്യത്തോടെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ സാറിന്റെ ഷഷ്ടിപൂർത്തിക്ക് മുമ്പ് ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കും. ഗോപിനാഥ് പറയുന്നു, എന്താടോ നല്ല കാര്യം എന്നത് കൊണ്ട് താൻ എന്താ അർത്ഥമാക്കുന്നത്? സാർ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇത് ഒരു അരക്കിലോ ആണ്. ഈ വീടിന് ആപത്തുണ്ടാക്കുന്നവർ ചുറ്റിലും തന്നെയുണ്ട്. പക്ഷേ ശേഖർ ഉള്ളത്തോളം സാർ പേടിക്കേണ്ട. ഷഷ്ടിപൂർത്തിക്ക് മുമ്പ് ഈ വീട്ടിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോയിരിക്കും. അത്രമാത്രം സാർ ഇപ്പോ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തന്റെ കണ്ണാടി എടുത്തു വെക്കുകയാണ് ശേഖർ. എന്നിട്ട് അവിടെ നിന്നും പോകുന്നു. ഒന്നും മനസ്സിലാക്കാതെ ഗോപിനാഥും ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പാർവതി കിച്ചണിൽ നിന്നും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുകയാണ്.
ജാസ്മിൻ അവിടേക്ക് വന്ന് പാർവതി എന്താ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ജാസ്മിൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു. കട്ട് ചെയ്തോ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തോ, എന്നിട്ട് പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെച്ചോ, പാചകമെല്ലാം ചെയ്തിട്ട് ഈ കിച്ചണൊക്കെ നന്നായിട്ട് തൂത്ത് തുടച്ച് ക്ലീൻ ആക്കണം. പാർവതി, നിനക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ? നീ എത്ര വലിയ ചെയർപേഴ്സന്റെ പോസ്റ്റിൽ ഇരുന്നാലും നിന്റെ വിധി ഇവിടുത്തെ വീട്ടുജോലിക്കാരുടെ മാത്രമായിരിക്കും. നിനക്ക് ഇവിടുത്തെ അടുക്കള പണി അല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല. പാവം വിശാലിന് അതൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നിന്നെ പിടിച്ച് ചെയർപേഴ്സന്റെ സ്ഥാനത്തേക്ക് ഇരുത്തിയത്. സാരമില്ല, ക്രമേണ അവൻ ചെയ്ത അബദ്ധം അവന് ബോധ്യപ്പെട്ടോളും. അന്നേരം നിന്നോട് ഈ ജോലി മാത്രം ചെയ്താൽ മതിയെന്നേ അവൻ പറഞ്ഞോളും. ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട്, ജാസ്മിനെ, ഞാൻ ഏത് ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം എന്നോർത്ത് നീ വിഷമിക്കേണ്ട. അടുക്കള ജോലിയൊക്കെ ഞാൻ അസലായിട്ട് തന്നെ ചെയ്യും. അതുപോലെ ചെയർപേഴ്സൺ ജോലിയും ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്യും. എന്നെ കമ്പനിയിൽ ചെയർപേഴ്സൺ ആക്കിയല്ലോ എന്നോർത്ത് വിശാൽ സാറിന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അടുക്കള പണി നീ മര്യാദയ്ക്ക് ചെയ്യുമായിരിക്കും, പക്ഷേ ചെയർപേഴ്സന്റെ ജോലി ചെയ്യാൻ നീ കുറെ വിയർക്കേണ്ടി വരും മോളെ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട്, ജാസ്മിൻ, ഒരു മുൻധാരണയോടെ നീ എന്നെ വിലയിരുത്തണ്ട. നീ ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ ഈ അഭിപ്രായം അധികം വൈകാതെ തന്നെ നീ മാറ്റി പറയും. നിന്നെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കും. നമുക്ക് കാണാടി. എടി, നിനക്ക് പറ്റിയത് ഓഫീസ് ജോലിയല്ല, അഭിനയാണ്. നീ വല്ല സിനിമയിലോ സീരിയലിലോ അഭിനയിക്കാൻ പോയാൽ നീ വല്ലാണ്ട് ക്ഷോഭിക്കും എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഞാൻ ജാസ്മിന്റെ മുന്നിൽ എന്ത് അഭിനയിച്ചു എന്നാ? നീ എന്റെ മുന്നിലല്ല, എല്ലാവരുടെയും മുന്നിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ജാസ്മിൻ. ഷഷ്ടിപൂർത്തിയുടെ അന്ന് ഗായത്രി അമ്മ വരുമെന്ന് പറഞ്ഞ് നീ എല്ലാവരെയും കബളിപ്പിക്കുകയല്ലേ? പാർവതി പറയുന്നു, ഇക്കാര്യത്തിൽ നിന്നോട് തർക്കിക്കാനേ ഞാനില്ല. ഇനിയിപ്പോ ചുമ്മാ നിന്നിട്ട് നിനക്ക് പ്രയാസം തോന്നുകയാണെങ്കിൽ ദാ ഈ പച്ചക്കറി നീ അറിഞ്ഞോ, ഞാൻ അന്നേരം ഈ കറിക്കുള്ള കൂട്ടുകളൊക്കെ റെഡിയാക്കാമെന്ന് പാർവതി പറഞ്ഞപ്പോൾ, പിന്നെ ഇവിടുത്തെ അടുക്കള ജോലി ചെയ്യാനല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിപ്പിക്കുന്നത്, ഇത് നീ തനി അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പോകുന്നു. അത് കണ്ട് പാർവതി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിശാൽ വീട്ടിലേക്ക് വരുന്നു. ഷോപ്പിങ്ങിനൊക്കെ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നത്. എന്താ വിശാൽ സാറേ, കയ്യിൽ നിറച്ച് കവറുണ്ടല്ലോ എന്ന് പല്ലവി. നീ ഇവിടുത്തെ എല്ലാ സ്ത്രീകളെയും വിളിക്കാൻ വിശാൽ പറയുന്നുണ്ട്. പാർവതി ചേച്ചി, അമ്മയെ, സുശീല ആന്റി, ഗർഗ ചേച്ചി, ജാസ്മിൻ, എല്ലാവരും ഒന്ന് വേഗം വന്നേ, വിശാൽ സാർ വിളിക്കുന്നു എന്ന് ജാസ്മിൻ പല്ലവി വിളിച്ചു പറയുന്നു. നീ ഇവിടെ നിന്ന് വിളിച്ചു കൂവാണോ? നീ പോയി അവരെ വിളിച്ചിട്ട് വാ എന്ന് വിശാൽ ശരിയെന്ന് പറഞ്ഞ് അവരെ വിളിക്കാനായിട്ട് പല്ലവി പോകുന്നുണ്ട്. ജാസ്മിനും സുശീലയും അവിടേക്ക് വരുന്നു. അത് കണ്ടിട്ട് പല്ലവി പറയുന്നുണ്ട്, വേഗം ചെല്ല്, വിശാൽ സാർ വിളിക്കാണ്. എന്ത് ഗിഫ്റ്റാണ് ഇത് എന്ന് ചോദിച്ച് പ്രഭാവതിയും അവിടേക്ക് വരുന്നപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശാൽ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.